നമ്മുടെ അസറ്റ് കൈകാര്യം ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഒന്നിൽ കൂടുതൽ ക്യാഷ് അക്കൗണ്ടും അതേപോലെ ബാങ്ക് അക്കൗണ്ടുകളും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഈ അക്കൗണ്ടുകളിൽ നിന്ന് ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക്, ഒരു ക്യാഷ് അക്കൗണ്ടിൽ നിന്ന് വേറൊരു ക്യാഷ് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ടിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടിലേക്കോ എമൗണ്ട് മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ സൗകര്യത്തിന് വേണ്ടി അതൊരു പ്രത്യേക ടൈപ്പ് വൗച്ചറായിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതിനാണ് കോൺട്രാ വൗച്ചർ എന്ന് പറയുന്നത്. ഈ കോൺട്രാ വൗച്ചർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്യാഷ് അക്കൗണ്ടിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടിലേക്ക്, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് അക്കൗണ്ടിലേക്ക്, അല്ലെങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് വേറൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒക്കെ എമൗണ്ട് മാറ്റുന്നത്. സാധാരണ ജേർണൽ പോലെ തന്നെയാണ്, പക്ഷെ അത് ഏതിൽ ക്രെഡിറ്റ് ചെയ്യുന്നു, ഏതിൽ ഡെബിറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് ഏതിൽ നിന്നാണോ മാറ്റുന്നത് അതിൽ ക്രെഡിറ്റ് ചെയ്യുകയും ഏത് അക്കൗണ്ടിലേക്കാണോ മാറ്റുന്നത് അതിൽ ഡെബിറ്റ് ചെയ്യുകയും ചെയ്യും. ഉദാഹരണം, ഇവിടെ ട്രാൻസ്ഫർ ഫ്രം ബാങ്കിൽ നിന്ന് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇപ്പോൾ 66,400 ബാലൻസ് ഉണ്ട്, ഡെബിറ്റ് ബാലൻസ് ആണ്. അത് ഞാൻ ഇപ്പോൾ ക്യാഷ് അക്കൗണ്ടിലേക്ക് കുറച്ച് മാറ്റം ധരിക്കുക. 29,000 ഉണ്ട് അവിടെ. അപ്പോൾ അവിടേക്ക് ഒരു 1,000 ട്രാൻസ്ഫർ ചെയ്യുന്നു. നരേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുത്തതിന് ശേഷം നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ലെഡ്ജർ റിപ്പോർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ലെഡ്ജർ റിപ്പോർട്ടിൽ ക്യാഷ് 29,000 ഉള്ളത് ഇപ്പോൾ 30,000 മാറിയിട്ടുള്ളത് കാണാം. അതിൽ ലാസ്റ്റ് ട്രാൻസാക്ഷൻ നമ്മൾ നോക്കിയാൽ ട്രാൻസ്ഫർ CN1 കോൺട്രാ വൗച്ചറാണ്. കോൺട്രാ വൗച്ചർ ഫ്രം ടെസ്റ്റ് ബാങ്ക് 1,000 rupees കൂടി വന്നതോട് കൂട്ടി 30,000 ക്ലോസിംഗ് ബാലൻസായി മാറി. ഇതേപോലെ തന്നെ ബാങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടെസ്റ്റ് ബാങ്കിൻ്റെ ലെഡ്ജർ വ്യൂ എടുത്തു കഴിഞ്ഞാൽ കൗണ്ടറിൽ 1,000 ക്രെഡിറ്റ് ചെയ്തതനുസരിച്ച് 5,400 ആയി മാറി. 6,400 ആയിരുന്നു, അത് 5,400 ആയിട്ട് മാറിയതായിട്ട് കാണാം. ആ വൗച്ചറിലേക്ക് നമുക്ക് ഇവിടെ തന്നെ പോകാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ആ ട്രാൻസാക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ വൗച്ചർ എൻട്രി കിട്ടും. ഇവിടെ വെച്ച് നമുക്ക് എഡിറ്റ് ചെയ്യുകയോ പ്രിൻ്റ് എടുക്കുകയോ മോഡിഫൈ ചെയ്യുകയൊക്കെ ചെയ്യാം.